നമസ്കാരം. പ്രധാന വാർത്തകൾ. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ലക്ഷങ്ങളുടെ സാധനങ്ങൾ മോഷണം പോയി. സോളാർ പ്ലാന്റിന്റെ ഉപയോഗശൂന്യമായ ബാറ്ററികളിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയി. 5.5 ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത്. 300 ബാറ്ററികളിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷണം നടന്നത്. 4 വർഷത്തിനിടെയാണ് മോഷണമെന്ന പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയുന്നു. ജയിൽ വളപ്പിലെ പവർ ലോണ്ടറി യൂണിറ്റ് കെട്ടിടത്തിലാണ് മോഷണം നടന്നത്. സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭരണശേഷി 2403 അടി. 2372.5 അടിയായതോടെ ഇടുക്കി ഡാമിൽ ബ്ലൂ അലർട്ട്. കനത്ത മഴ തുടരുമ്പോൾ ഇടുക്കി ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. ജലനിരപ്പ് 2372.5 അടിയായതോടെയാണ് നീല അലർട്ട് നൽകിയത്. 2403 അടിയാണ് സംഭരണശേഷി. റൂൾ കർവ് പ്രകാരം 2379.5 അടിയായാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കും. കഴിഞ്ഞ വർഷത്തെ ഈ സമയത്ത് ഉള്ളതിനേക്കാൾ ജലനിരപ്പ് ഇപ്പോൾ ഡാമിലുണ്ട്. സംസ്ഥാനത്ത് വിവിധ ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈദ്യുതാഘാതമേറ്റ് മരിച്ച അക്ഷയുടെ കുടുംബത്തിന് KSEBിയുടെ സഹായം കൈമാറി. നെടുമങ്ങാട് റോഡിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച 19-കാരൻ അക്ഷയുടെ കുടുംബത്തിന് 3 ലക്ഷം രൂപയുടെ ചെക്ക് KSEB കൈമാറി. കുടുംബത്തിന് 25,000 രൂപയുടെ അടിയന്തര ധനസഹായം നൽകിയിരുന്ന KSEB തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുക കൈമാറുകയായിരുന്നു. ജൂലൈ 20 പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ മടങ്ങിയായിരുന്ന അക്ഷയ് റോഡിൽ ഒടിഞ്ഞു വീണ വൈദ്യുത കമ്പിൽ തട്ടിയാണ് അപകടത്തിൽ മരിച്ചത്. പാലോട് രവിക്ക് പകരം N ശക്തൻ. തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല KPCC വൈസ് പ്രസിഡന്റ് N ശക്തന് നൽകിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ പാലോട് രവി രാജിവെച്ചതോടെയാണ് N ശക്തന് താൽക്കാലിക ചുമതല നൽകിയത്. BJP ഹൈവേ ഹവാല കേസ്, ഒരാൾ കൂടി പിടിയിൽ. ആലപ്പുഴയിലെ BJP ഹൈവേ ഹവാല കേസിൽ ഒരാൾ കൂടി പിടിയിൽ. തമിഴ്നാട് സ്വദേശി ഭരതരാജാണ് പിടിയിലായത്. ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 6 മുംബൈയിൽ വെച്ച് രാജ്യം വിടാനുള്ള ശ്രമത്തിനിടെ പ്രതി പിടിയിലായത്. കവർച്ച ചെയ്ത പണം ഒളിപ്പിക്കാൻ സഹായിച്ചത് ഇയാളായിരുന്നു. മരം മുറിക്കുന്നതിനിടെ അപകടം. വടം അരയിൽ മുറുകി യുവാവിന് ദാരുണാന്ത്യം. ആലപ്പുഴ കാട്ടൂരിൽ മരം മുറിച്ചു മാറ്റുന്നതിനിടയിൽ വടം അരയിൽ മുറുകി യുവാവ് മരിച്ചു. കാട്ടൂർ സ്വദേശി എബ്രഹാം PP ആണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മരം മുറിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകൾ ഭാഗം ഒടിഞ്ഞു വീഴുകയും മരം നടുകെ പിളരുകയും ചെയ്തു. ഇതോടെ മരവുമായി ബന്ധിപ്പിച്ച് അരയിൽ കെട്ടിയ വടം മുറുകയായിരുന്നു. ഉടനെ എബ്രഹാമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മൃഗശാലയിൽ ജീവനക്കാരനെ കടുവ ആക്രമിച്ചു. സംഭവം കൂട് വൃത്തിയാക്കുന്നതിനിടെ പരിക്കേറ്റ സൂപ്പർവൈസർ രാമചന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. വയനാട് നിന്ന് തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ച 6 വയസ്സുള്ള ബബിത എന്ന പെൺകടുവയാണ് രാമചന്ദ്രനെ ആക്രമിച്ചത്. ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച രാമചന്ദ്രനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രാമചന്ദ്രന്റെ തലയ്ക്ക് 4 സ്റ്റിച്ചുണ്ട്. സന്ദർശന സമയത്താണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. അവധി ദിവസമായതിനാൽ മൃഗശാലയിൽ നിരവധി സന്ദർശകർ ഉണ്ടായിരുന്നു. തോട്ടിൽ നിന്ന് കുളിച്ചു കയറുന്നതിനിടെ താഴ്ന്നു കിടന്ന വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റു. 18-കാരൻ മരിച്ചു. കണ്ണമംഗലം അച്ചനമ്പല സ്വദേശി പുള്ളാട്ട് അബ്ദുൾ വദൂദാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. മലപ്പുറം വേങ്ങര വെട്ടുതോട് തോട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് വൈദ്യുതാഘാതമേറ്റത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം. മലപ്പുറത്ത് രാവിലെ മുതൽ കനത്ത മഴയാണ് പെയ്തിരുന്നത്. വെട്ടുതോട് തോട്ടിൽ കുളിക്കാനിറങ്ങിയ 18-കാരനാണ് അപകടത്തിൽപ്പെട്ടത്. കുളിച്ചു കയറുന്നതിനിടെ താഴ്ന്നു കിടന്നിരുന്ന വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും. ഏരൂരിൽ ഭാര്യയും ഭർത്താവിനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ഏരൂരിൽ ഭാര്യയും ഭർത്താവിനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏരൂർ ചാരിക്കുളം നിരപ്പിൽ സ്വദേശി റെജി, ഭാര്യ പ്രശോഭ എന്നിവരാണ് മരിച്ചത്. റജിയുടെ മൃതദേഹം വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നിലത്ത് ചുമരിനോട് ചേർന്ന് തലയിൽ നിന്നും ചോര വാർന്ന നിലയിലാണ് പ്രശോഭയുടെ മൃതദേഹം കിടന്നിരുന്നത്. ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം. ഏരൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് സംഭവത്തിന് പിന്നിൽ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ ഇരുവരും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായി എന്നാണ് വിവരം. അഴിയുടെ താരത്തെ കമ്പിയർത്ത് സെല്ലിൽ നിന്ന് ഇഴഞ്ഞിറങ്ങി. ഗോവിന്ദചാമി ജയിൽ ചാടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊടും കുറ്റവാളി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലെ സെല്ലിൽ നിന്നും പുറത്തിറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. സെല്ലിൽ നിന്ന് ഇഴഞ്ഞിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തായത്. സെല്ലിന്റെ അഴിയുടെ താഴത്തെ കമ്പി അർത്താണ് ഇയാൾ നുഴഞ്ഞു പുറത്തിറങ്ങിയത്. ശേഷം അതുപോലെ കമ്പി തിരിച്ചു വയ്ക്കുന്നുണ്ട്. വളരെ ആസൂത്രിതമായാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ജയിലിലെ സുരക്ഷാ വീഴ്ച വീണ്ടും ഉറപ്പിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. CCTV ദൃശ്യങ്ങൾ നിരീക്ഷിക്കാനായി എപ്പോഴും ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവേണ്ടതാണ്. അതിലും വീഴ്ചയുണ്ടായി.